വെൽക്കം ടു QA ഫോക്കസ്. തെർമോഡൈനാമിക്സിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലോ ആണ് ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റൻറ്റ് ഹീറ്റ് സമ്മേഷൻ. ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റൻറ്റ് ഹീറ്റ് സമ്മേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലോ ആണ്. ഇതിനെ ബേസ് ചെയ്തുള്ള പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നമുക്ക് ഹെസ്സസ് ലോ എന്താ പറയുന്നതെന്ന് നോക്കാം. ഹെസ്സസ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കെമിക്കൽ റിയാക്ഷൻ എ ടു ബി, എ നിന്ന് ബിയിലേക്ക് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുകയാണ്. ഇത് നടക്കുമ്പോഴുള്ള എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് ആണ്. ഇതേ കെമിക്കൽ റിയാക്ഷൻ തന്നെ പല സ്റ്റെപ്പിലായിട്ട് നടക്കുന്നു. ആദ്യം നമുക്ക് എ നിന്ന് സി എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് കിട്ടി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സി റിയാക്ട് ചെയ്തിട്ട് നമുക്ക് ഡി എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് തന്നു. അത് കഴിഞ്ഞ് ഈ ഡി റിയാക്ട് ചെയ്തിട്ട് നമുക്ക് ബി എന്ന് പറയുന്ന പ്രോഡക്റ്റിലേക്ക് എത്തി. അപ്പോൾ ഇവിടെ നമുക്ക് എയിൽ നിന്ന് ബിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് സിംഗിൾ സ്റ്റെപ്പ് കിട്ടി. ഇവിടെ എന്ന് പറയുമ്പം ഒരു 3 സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡിയിലേക്ക് എത്തുന്നത്. ഇനി എയിൽ നിന്ന് സിയിലേക്കുള്ള ആ റിയാക്ഷൻ്റെ ടൈമിൽ അവിടെ നടക്കുന്ന എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ എച്ച് ആണെന്ന് എടുത്തോളൂ, H1. ഇവിടെ വരുന്ന എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് H2 ആണ്. ഇവിടെ വരുന്നത് H3 ആണ്. ഹെസ്സസ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ H1 പ്ലസ് ഡെൽറ്റ H2 പ്ലസ് ഡെൽറ്റ H3 ആയിരിക്കും. അതായത് സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുന്ന എൻതാൽപ്പി ചേഞ്ചും പല സ്റ്റെപ്പിലായിട്ട് നടക്കുന്ന എൻതാൽപ്പി ചേഞ്ചും സെയിം ആയിരിക്കും. ക്ലിയർ ആയോ? സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോഴത്തേക്കും, ഒരു കെമിക്കൽ ചേഞ്ച് നടക്കുമ്പം സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുന്ന എൻതാൽപ്പി ചേഞ്ചും അതേ റിയാക്ഷൻ തന്നെ പല സ്റ്റെപ്പിലായിട്ടാണ് നടക്കുന്നതെങ്കിൽ ആ പല സ്റ്റെപ്പിൽ ഇത് നടക്കുമ്പോഴത്തേക്കും അവിടെ വരുന്ന എൻതാൽപ്പി ചേഞ്ചിൻ്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഴുതാൻ പറ്റും? ദ ചേഞ്ച് ഇൻ എൻതാൽപ്പി of a chemical process is the same. എപ്പോഴും സെയിം ആയിരിക്കും. എങ്ങനെ? വെദർ ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ സിംഗിൾ സ്റ്റെപ്പ് or several step. ഒരു കെമിക്കൽ പ്രോസസ്സിനകത്ത് വരുന്ന എൻതാൽപ്പി ചേഞ്ച് എപ്പോഴും സെയിം ആയിരിക്കും. അതൊരു സിംഗിൾ സ്റ്റെപ്പിൽ നടന്നാലും പല സ്റ്റെപ്പുകളിലായിട്ട് നടന്നാലും. ക്ലിയർ ആയോ? അതിൻ്റെ ഇലസ്ട്രേഷൻ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനൊരു ഇലസ്ട്രേഷൻ കൂടി എഴുതിയേക്കണം. എയിൽ നിന്ന് ബിയിലേക്ക് സിംഗിൾ സ്റ്റെപ്പിൽ ഡെൽറ്റ എച്ച്, അത് തന്നെ പല സ്റ്റെപ്പിലായിട്ട് നടക്കുന്നു. സി ഡി ബിയിലേക്ക് തിരിച്ചെത്തുന്നു. അവിടെ വരുന്ന എൻതാൽപ്പി ചേഞ്ച് ഒക്കെ കൊടുത്തിട്ടുണ്ട്. രണ്ടിടത്തെയും, അതായത് ഡയറക്റ്റ് സ്റ്റെപ്പിൽ നടക്കുമ്പോഴും സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുമ്പോഴും പല സ്റ്റെപ്പുകളിലായിട്ട് നടക്കുമ്പോഴും വരുന്ന എൻതാൽപ്പി ചേഞ്ച് എപ്പോഴും സെയിം ആയിരിക്കും. അതായത് ഇവിടുത്തെ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് ഇത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നേരിട്ടാണോ ബിയിലേക്ക് വന്നത് അതോ സിയിലും ഡിയിലും ഒക്കെ പോയിട്ടാണോ ബിയിലേക്ക് വന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് പാത്ത് ഫോളോഡ്. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ക്ലിയർ ആയോ? ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചിട്ടോണം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിട്ടോണേ. ഇനി ഇത് ബേസ് ചെയ്തുള്ള പ്രോബ്ലംസ് വരാറുണ്ട്. പ്രോബ്ലവും ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അതിൻ്റെ കൂടെ എക്സ്ട്രാ ഏതെങ്കിലുമൊക്കെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ കൂടെ ആഡ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ അതൊരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരും. 3 മാർക്ക് പ്രോബ്ലവും അതിൻ്റെ കൂടെ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യനും കൂടി ചേർന്ന് വന്നു കഴിഞ്ഞാൽ അതൊരു 4 മാർക്കായിട്ട് മാറും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് കേട്ടോ.
നേരത്തെ ചോദിച്ചിട്ടുള്ളതും ഇമ്പോർട്ടൻ്റും ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണേ. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. CH3OH ആണ്. താഴെ നമുക്ക് അതിൻ്റെ ഡേറ്റാസൊക്കെ തന്നിട്ടുണ്ട്. ഡേറ്റാസൊക്കെ ഒന്ന് വായിച്ചു നോക്കിക്കേ. ഓരോ സ്റ്റെപ്പിൻ്റെയും എൻതാൽപ്പി ഓഫ് ഫോർമേഷനും നമുക്കിവിടെ ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. ഈ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്താണെന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പുള്ളൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ തന്നിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്ത് വരുന്ന പ്രോബ്ലംസും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും അതറിയാത്തവർക്കായിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞേക്കാം. ഇതെന്ന് പറയുന്നത് എൻതാൽപ്പി ചേഞ്ച് ആണ്. എൻതാൽപ്പി ചേഞ്ച്, അതായത് H0 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണ്. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണ്. ഇതെന്ന് പറയുന്നത് എൻതാൽപ്പി ചേഞ്ച് ഡ്യൂറിംഗ് ദ ഫോർമേഷൻ ഓഫ് one mole product from its constituent elements under standard condition. അതായത് ഒരു മോൾ പ്രോഡക്റ്റ് അതിൻ്റെ എലമെൻസിൽ നിന്ന് ഫോം ചെയ്യുമ്പോഴത്തേക്കും നടക്കുന്ന എൻതാൽപ്പി ചേഞ്ചിനെയാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നു. അത് കാർബണിൽ നിന്നും ഓക്സിജനിൽ നിന്നുമാണ് ഫോം ചെയ്യുന്നത്. കാർബണും ഓക്സിജനുമാണ് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എലമെൻറ്റ്സ്. അപ്പോൾ കാർബണിൽ നിന്നും ഓക്സിജനിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുമ്പോൾ അവിടെ നടക്കുന്ന എൻതാൽപ്പി ചേഞ്ചാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ജനറലായിട്ട് നമുക്ക് എന്ത് പറയാം? ദി എൻതാൽപ്പി ചേഞ്ച് ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് വൺ മോൾ പ്രോഡക്റ്റ് ഫ്രം ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എലമെൻറ്റ്സ്. ഇതിൻ്റെ പ്രോബ്ലംസും ഒക്കെ നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് CH3OH ആണ് നമുക്ക് കിട്ടേണ്ടത്, അല്ലേ? CH3OH ആണ് നമുക്കിവിടെ കിട്ടേണ്ടത്. അപ്പോൾ ഇവിടുത്തെ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് ഡെൽറ്റ എഫ് H0 ഓഫ് ഫോർമേഷൻ ഓഫ് CH3OH ആണ്, അല്ലേ? അപ്പോൾ ശരിക്കും 1 മോൾ CH3OH ഇതിൽ നിന്ന് ഫോം ചെയ്യുമ്പോഴാണ് ഫ്രം കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഈ സമയത്തെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണ് നമുക്ക് കിട്ടേണ്ടത്. ഇതാണ് നമുക്കിവിടെ ക്വസ്റ്റിനകത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. നമുക്കതിന് ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. കാർബൺ സോളിഡ് സ്റ്റേറ്റിലാണ്, പ്ലസ് 2H2 ഗേഷ്യസ് സ്റ്റേറ്റിലാണ്, പ്ലസ് ഹാഫ് O2 CH3O, ഒരു ഓക്സിജനേ ഉള്ളൂ, അല്ലേ? ഒരു ഓക്സിജനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഹാഫ് O2 എന്ന് എഴുതിയാൽ മതി. ഗിവ്സ് CH3OH. ഈ സമയത്തെ എൻതാൽപ്പി ചേഞ്ച് വേണം നമുക്കിവിടെ കിട്ടാനായിട്ട്. നമ്മൾ ആദ്യം തന്നിരിക്കുന്ന ഇക്വേഷനകത്ത് കാർബൺ ഏത് ഇക്വേഷനകത്താണ് വന്നിരിക്കുന്നതെന്ന് നോക്കണം. ഓക്കെ, സെക്കൻഡ് ഇക്വേഷനകത്ത് കാർബൺ വന്നിട്ടുണ്ടല്ലേ? സെക്കൻഡ് വണ്ണിനകത്ത് നമുക്ക് കാർബണിൻ്റെ വാല്യൂ കിട്ടും. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ നമുക്ക് ഇവിടുന്ന് കിട്ടും. അപ്പോൾ നമ്മളിവിടെ കാർബൺ നമുക്ക് സെക്കൻഡ് ഇക്വേഷനിൽ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഹൈഡ്രജൻ്റെ ആണ്. ഹൈഡ്രജൻ്റെ ഏത് ഇക്വേഷനകത്ത് വരും നോക്കുക. ലാസ്റ്റ് ഇക്വേഷനകത്ത് H2 കിടപ്പുണ്ട്. പക്ഷെ നമുക്കിവിടെ വേണ്ടത് 2H2 ആണ്. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് H2 മാത്രമേ തന്നിട്ടുള്ളൂ, അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷൻ ഇതിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 ഇൻറ്റു ഇക്വേഷൻ 2-നകത്ത് നമുക്ക് അതിൻ്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നിട്ടുണ്ട്. ദെൻ O2 എന്ന് പറയുന്നത് എല്ലാ ഇക്വേഷനകത്തും O2 വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. നമുക്കതിനെ
നെഗ്ലക്റ്റ് ചെയ്യും, വിട്ടുകളെ. അത് നമുക്കിവിടെ ഈ സൊല്യൂഷനകത്തേക്ക് നമുക്ക് അതിനെ എടുക്കേണ്ട കാര്യമില്ല, അത് വേണ്ട. ദെൻ CH3OH. CH3OH ഇവിടെ വന്നിരിക്കുന്നത് ഫസ്റ്റ് ഇക്വേഷനകത്ത് CH3OH കിടപ്പുണ്ട്. പക്ഷെ ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഈ CH3OH ഇവിടെ വന്നിരിക്കുന്നത് റിയാക്റ്റൻസിൻ്റെ സൈഡിലാണ്. നമുക്കിതിനെ കിട്ടേണ്ടത് പ്രോഡക്റ്റിൻ്റെ സൈഡിലാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ നമുക്ക് റിയാക്റ്റൻസിൻ്റെ സൈഡിലാണ് വന്നിരിക്കുന്നത്. ഇതിനെ നമുക്ക് പ്രോഡക്റ്റിൻ്റെ സൈഡിൽ കിട്ടിയാലേ നമുക്കിതിനെ സോൾവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനെ പ്രോഡക്റ്റിൻ്റെ സൈഡിലേക്ക് കിട്ടാനായിട്ട് നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് ജസ്റ്റ് തിരിച്ചൊന്ന് എഴുതിയാൽ മതിയല്ലോ അല്ലേ. CH3OH അതുപോലെ തന്നെ പ്ലസ് ഹാഫ് O2 ഗിവ്സ് CO2 അല്ലേ, പ്ലസ് 2H2. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഇക്വേഷൻ ഒന്ന് റിവേഴ്സ് ചെയ്യുക. റിവേഴ്സ് ചെയ്യുക കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ സൈൻ അങ്ങ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. റിവേഴ്സ് ചെയ്യുക കൊണ്ട് ഉദ്ദേശിക്കുന്നത് മീൻ ചെയ്യുന്നത് ഇതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇക്വേഷൻ 1 നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇക്വേഷൻ 1 റിവേഴ്സ് ചെയ്യുക. ഇത്രയും ചെയ്താൽ നമുക്കിതിൻ്റെ ആൻസർ ആകും 2 അല്ലേ. 2 എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ -393 ആണ്. -393 പ്ലസ് 2 ഇൻറ്റു ഇക്വേഷൻ 3 അല്ലേ. ഇക്വേഷൻ 3ക്കകത്ത് ഇവിടെ വന്നിരിക്കുന്നത് -286 ആണ്. 286 ആണ്. H2 വന്നിരിക്കുന്നത് ഇക്വേഷൻ 3യിലാണ്. H2 വന്നിരിക്കുന്നത് ഇക്വേഷൻ 3യിലാണ്. അപ്പോൾ നമ്മൾ അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഇൻറ്റു -286 എന്ന് കിട്ടി. ഇവിടെ നമുക്ക് വാല്യൂ -286 ആണ്. H2 മാത്രമേ ഉള്ളൂ, നമുക്കിവിടെ 2H2 വേണം. അതുകൊണ്ട് ഇതിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഇക്വേഷൻ 1നെ റിവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞു അല്ലേ. റിവേഴ്സ് ചെയ്യാന്ന് പറയുമ്പോൾ സൈൻ മാറ്റി കൊടുക്കുക. ഇവിടെ -726 ആണ്. നമ്മൾ അതിൻ്റെ സൈൻ മാറ്റി എഴുതുമ്പോഴത്തേക്കും +726 ആവും. +726 ആവും. ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ΔH ഓഫ് ഫോർമേഷൻ ആയിരിക്കും, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആയിരിക്കും. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക, എന്നിട്ട് ഇതിനകത്ത് നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. നമുക്ക് ടോട്ടൽ കിട്ടുന്ന ആൻസർ 239 കിലോ ജൂൾ പെർ മോൾ എന്നായിരിക്കും. കിലോ ജൂൾ പെർ മോൾ എന്നായിരിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്താൽ നമുക്ക് 3 മാർക്കായിരിക്കും കിട്ടുന്നത്. ഓക്കെ അല്ലേ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ഒരു ലൈക്ക് ഇടുക. ഷെയർ ചെയ്യാൻ മറന്നു പോരുതേ. ക്രിസ്മസ് എക്സാമിനുള്ള എല്ലാ ടോപ്പിക്സും എക്സാം ബേസിസിൽ തന്നെ എക്സാമിന് ഏറ്റവും പെട്ടെന്ന് പഠിക്കാവുന്ന രീതിയിൽ സിമ്പിളായിട്ട് ഷോർട്ടായിട്ട് എന്നാൽ എല്ലാ കണ്ടന്റും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എക്സാം ബേസിസിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുതേ. ഓക്കെ, അതേ ബേസിസിൽ തന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കിക്കേ. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ഡയമണ്ട് ആണ്. നമുക്കവിടെ 2 സ്റ്റെപ്പിൽ നടക്കുന്നത് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഹെസസ്ലോഡ് ആപ്ലിക്കേഷനായിട്ട് വരുന്ന പ്രോബ്ലം തന്നെയാണ്. സിംഗിൾ സ്റ്റെപ്പിൽ നടന്നാലും പല സ്റ്റെപ്പിലായിട്ട് നടന്നാലും ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് സെയിം ആയിരിക്കും അല്ലേ. പല സ്റ്റെപ്പിലാണ് നടക്കുന്നതെങ്കിൽ ആ എൻതാൽപ്പി എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ആ പ്രോസസ്സിൻ്റെ ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഫോർമേഷൻ ഓഫ് ഡയമണ്ട് ആണ് അല്ലേ. ഫോർമേഷൻ ഓഫ് ഡയമണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും സി ഗ്രാഫൈറ്റ് എന്ന് ആര് ഫോം ചെയ്യണം? സി ഡയമണ്ട് ഫോം ചെയ്യണം. ഈ സമയത്ത് എൻതാൽപ്പി ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കാർബണിൻ്റെ ഗ്രാഫൈറ്റ് ഫോമിൽ നിന്ന് നമുക്ക് എന്തിനെ കിട്ടണം? ഡയമണ്ടിനെ കിട്ടണം. ഇവിടെയും സിമ്പിളാണ്. നോക്കിക്കേ, ഗ്രാഫൈറ്റ് തന്നിരിക്കുക നമുക്ക് സെക്കൻഡ് ഇക്വേഷനകത്താണ്. സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് ഗ്രാഫൈറ്റിൻ്റെ വാല്യൂ നമുക്കിവിടെ കിട്ടും. -393 ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഡയമണ്ടിൻ്റെ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇക്വേഷനകത്ത് കിടപ്പുണ്ട്.
പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ കിടക്കുന്ന റിയാക്റ്റൻറ്റ് സൈഡിലാണ് നമുക്ക് വേണ്ടത്, പ്രോഡക്റ്റ് സൈഡിലാണ്. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിനെ ഒന്ന് റിവേഴ്സ് ചെയ്താൽ മതി. ഒന്നിനെ റിവേഴ്സ് ചെയ്യുക. റിവേഴ്സ് ചെയ്യുക മീൻസ് സൈൻ മാറ്റി കൊടുക്കുക അല്ലേ? ഒന്നിൻ്റെ സൈൻ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ -393 പ്ലസ് ഡയമണ്ടിൻ്റെ വാല്യൂ തന്നിരിക്കുന്നത് -395 ആണ്. അപ്പോൾ സൈൻ മാറ്റുമ്പോൾ അത് പ്ലസ് ആകും, 395 ആയിട്ട് മാറും. $393.5 ഉണ്ട് കേട്ടോ. ഒരു 0.5 കൂടി ഇവിടെ ഉണ്ട്. -393.5 ഇവിടെ വരുമ്പോഴത്തേക്കും +395 ആണ്. ഇത് രണ്ടും കൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. ഇത് രണ്ടും കൂടി നേരിട്ട് സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ആൻസർ കിട്ടും. അത്രയും കിലോ ജൂൾ പെർ മോൾ ആയിരിക്കും എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ വരുന്നത്. ക്ലിയർ ആയോ? അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിട്ടോണം, എക്സാമിന് ചോദിക്കുന്നതാണ്. SS ലോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, ഇട്ട് കളഞ്ഞേക്കരുതും, പഠിച്ചോണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോസിലൊക്കെ കാണാം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കണം, അവരോടൊക്കെ ഒന്ന് പറയണേ. ഓക്കെ, താങ്ക് യു.